അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന 2-3-4 ചേരുവകൾ വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിന്നെ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണയായിട്ട് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെയാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേണ്ടത് ഒരു 2 സവാളയാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് സവാള കുറച്ചധികം തന്നെ ചേർക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ വാഴയില എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിൽ നിന്നും അത്യാവശ്യം വലിയൊരു ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ പരമാവധി തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാൻ നോക്കട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ 2-3 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇലതിമന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ 2 സൈഡും അത്യാവശ്യം ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതുപോലെ തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുതിന ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലെ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.